ക്ഷീണിച്ച് അവശയായി കിടക്കുന്ന തൻ്റെ പാറുക്കുട്ടിയെ പരമൻ വരാന്തയിലുള്ള പടിമേൽ കൊണ്ടു കിടത്തി. അമ്മാ അമ്മാ, പാറുക്കുട്ടിക്ക് വയ്യാണ്ടായല്ലോ ഈശ്വരാ. കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാൻ കൊണ്ടുപോയി കൊടുത്തു പരമൻ. പക്ഷേ അതിൻ്റെ മണം അടിച്ചപ്പോഴേക്കും പാറുവിന് വീണ്ടും ഓക്കാനം വന്നു. നിറഞ്ഞ ഇരുട്ടിലേക്ക് നങ്ങ ദീപം കൊണ്ടുവന്നു വച്ചു. നിനക്ക് എന്തേ പറ്റിയത് പാറുവോ? മുഖത്തേക്ക് അല്പം വെള്ളം കുടഞ്ഞ നങ്ങ ചോദിച്ച ചോദ്യം അവൾ കേട്ടു. അറിയില്ല എന്താന്ന്, 2 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാ. പുറത്തായിട്ടില്ലാച്ചാ നമുക്ക് ആസ്പത്രിക്ക് ഒന്ന് കൊണ്ടുപോയാലോ? നങ്ങയ്ക്ക് പരവേശം തോന്നി. അവർ പരമനെ ദയനീയമായി ഒന്ന് നോക്കി. അങ്ങനെ അച്ഛാ, ആരുടെ കുട്ടിയാവും അത്? മാധവൻ്റേതോ അതോ പരമൻ്റേതോ? നങ്ങ ആകുലതയോടെ വരാന്തയിൽ നിന്നും ചാവടിയിലേക്ക് വന്നു. ഉച്ചത്തിലുള്ള മാധവൻ്റെ ശബ്ദം കേൾക്കാം. ആരായിരിക്കാം ഈ സമയത്ത്? പുറംപണിക്കാരനായ രാമനോട് ദേഷ്യപ്പെടുകയാണ് മാധവൻ. നിന്നോട് ഒരാഴ്ചയായി നാളികേരം ഇടാൻ പറയണു. നിനക്ക് തോന്നുമ്പോൾ ഇടാൻ പറ്റില്ല, എൻ്റെ ഇഷ്ടം കൂടി നോക്കണം. അതെങ്ങനെയാ? കുടിച്ച് കൂത്താടി രാത്രി ഉറക്കമില്ലാണ്ടിരിക്കും. പിന്നെ രാവിലെ നേരത്തെ എങ്ങനെയാ നീക്കുക? എന്തു കിട്ടിയാലും കൊണ്ടുപോയി കുടിക്കും. കുട്ടികളെ നേരാൻ വണ്ണം നീ എങ്ങനെ നോക്കും? അട്ടനെ പിടിച്ചു മെത്തമ്മക്കെടുത്തിയാൽ എന്താ ചെയ്യുക? നങ്ങ മെല്ലെ തല പിൻവലിച്ചു. ശങ്കുനായർ കളത്തിൽ നെല്ലു ചിക്കുന്ന സ്ത്രീകളെ നോക്കി നിന്നു. നെല്ലു പുഴുങ്ങുന്നതിനും കോരിയിട്ട് ഉണക്കുന്നതിനും ചിക്കുന്നതിനും എല്ലാം സ്ത്രീകൾ തന്നെയാണ്. നെല്ലുണങ്ങുന്നത് പോലെ തന്നെയാണ് അതുണക്കാനിടുന്ന സ്ത്രീകളും ഉണങ്ങും. എങ്കിലും വൈകുന്നേരത്തെ കൂലിക്ക് യാതൊരു കുറവുമില്ലാതെ ശങ്കുനായർ അവരെ ഏൽപ്പിക്കും. കൂട്ടത്തിൽ അയാൾ പ്രിയമുള്ള സ്ത്രീകളെ കളപ്പുരയിലേക്ക് കൂട്ടുവിളിക്കാറുള്ളത് ഏവർക്കും അറിവുള്ളതാണ്. അതൊരു അരമന രഹസ്യമാണ്. നങ്ങ അതൊന്നും മനസ്സിലാക്കാറുമില്ല. കൂട്ടുവിളി ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ അയാൾ അപ്പോൾ തന്നെ പണിയിൽ നിന്നും പിരിച്ചുവിടാറുമുണ്ട്. അച്ഛൻ്റെ ആണ്ടുദിനം വന്നെത്തി. തറവാടായ മംഗലത്ത് വെച്ചാണ് അത് നടത്താറുള്ളത്. ആണായി മാധവനായിരുന്നു അവസാന കണ്ണി. ആയതിനാൽ ഇരുവരും കൂടിയായിരുന്നു അത് നടത്താറ്. കാശിൻ്റെ കാര്യമൊന്നും നങ്ങ നോക്കാറില്ലെങ്കിലും തന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ദേഹം കൊണ്ട് ചെയ്യാവുന്ന ജോലികളിലെല്ലാം കാർന്നോൽപ്പാടായി നങ്ങ നടക്കാറുണ്ട്. മാധവൻ്റെ ഭാര്യയായിരുന്ന ചാരുവിൻ്റെ വീട്ടിൽ നിന്നും ധാരാളം ആളുകൾ ആ ചടങ്ങിന് വരാറുണ്ട്. ആ പ്രാവശ്യം അതിനൊന്നും ഒരു കുറവും ഉണ്ടാവരുതെന്ന മാധവനും നങ്ങയ്ക്കും തീരുമാനവുമുണ്ട്. അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും എന്നു വേണ്ട ആ കരയൊന്നാകെയുള്ള ആളുകളെല്ലാം ആ ദിനം വന്ന് ഭക്ഷണം കഴിച്ചു പോവുക പതിവാണ്. ഏവരെയും ശങ്കുനായർ പോയി ക്ഷണിച്ചു.